നാളെ വളരെ വിശേഷപ്പെട്ടൊരു ദിവസമാണ്. അന്നേ ദിവസം തന്നെ പൂജ നടത്തിയാൽ വീട്ടിലുണ്ടാവുന്ന തടസ്സങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും അത്രേ. പിന്നെ ചേട്ടനും തിരിച്ചു വരും അത്രേ. അച്ഛനിപ്പോ ജീവനോടെ ഇല്ല. പൂജ നടത്തിയാലും ഇല്ലെങ്കിലും എങ്ങനെ തിരിച്ചു വരാനാണ്? ശരിക്കും നിങ്ങളുടെ ചേട്ടൻ തിരിച്ചു വരുമെന്നോ? എങ്കിൽ പൂജ നടത്താം അല്ലേ തൃശൂൽ? ആ, പൂജ നടത്തിയെല്ലാം നന്നാവുമെങ്കിൽ നടത്തിയേക്കാം. ദിഗ്വിജയങ്ങൾ വരുന്നുണ്ടോ? വരട്ടെ വരട്ടെ, ഞാനും അദ്ദേഹത്തെ കാണാൻ കാത്തിരിക്കേ. നീ എനിക്ക് വേണ്ടി എന്തിനാണ് കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാനാണ് ദിഗ്വിജയൻ എന്ന് പറഞ്ഞു വന്നാൽ നീ എന്നെ ബാക്കി വെക്കത്തില്ല. അങ്ങനെ ആ കാര്യം നീ അറിയുന്നതിന് മുമ്പേ തന്നെ നിന്നെ ഞാൻ ബാക്കി വെക്കില്ല. അതിനു വേണ്ടിയുള്ള പൂജയാണ് നാളെ നടക്കുന്നത്. നാളത്തെ ബലിവസ്തു നീയാണ്. നാഗമാണിക്യമെന്ന നിധിക്ക് വേണ്ടി ഞാൻ നടത്തുന്ന ബലി. ചേട്ടാ, എന്താ ഇങ്ങനെ വല്ലാതെ ഇരിക്കുന്നത്? ഒന്നുമില്ല മധു. എന്നോട് നുണ പറയണ്ട. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തോട്ടത്തിൽ വന്നു നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നത് കാണാലോ. എന്താന്ന് ചോദിച്ചാലോ ഒന്നും മിണ്ടില്ല. എന്താ നിങ്ങൾക്ക് പറ്റിയത്? എന്താന്ന് വെച്ചാ എന്നോട് പറയ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ മധു. വെറുതെ നിന്നതല്ല മധു, അതിന് കാരണമുണ്ട്. ഗുരുക്കളെ, മുതലാളി വന്നോ? എവിടെ മുതലാളി? വന്നില്ല. പൂജ നടത്തിയിട്ട് മുതലാളി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട്. നടത്തിയിരുന്നു, പക്ഷെ പൂജക്കിടയിൽ വെച്ച് വിഘ്നം സംഭവിച്ചു. അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത് ഗുരുക്കളെ? അവിടുന്ന് നടത്തുന്നത് തോൽവി ഉണ്ടാക്കാത്ത പൂജയാണെന്ന് പറഞ്ഞിട്ട്, ലക്ഷ്യം തെറ്റാത്ത പൂജയാണെന്ന് പറഞ്ഞിട്ട്, മുതലാളിയെ കണ്ടുപിടിക്കും, കൂട്ടിക്കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പതാ അങ്ങ് പറയുന്നു ചെയ്ത പൂജയെല്ലാം വിഫലമായി പോയെന്ന്. എന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം? അല്ല ഗുരുക്കളെ, ദേവിയുടെ ആശീർവാദത്താൽ, പൂജയുടെ ഫലസിദ്ധിയാൽ മുതലാളി എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് വരുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്നില്ല എന്നുണ്ടെങ്കിൽ ജീവനോടെ ഇല്ലെന്നാണോ അർത്ഥം? ഇല്ല, ദിഗ്വിജയൻ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് വരാത്തത്? അവിടുത്തെ പൂജ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാ? അത് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. വന്നത് അവൻ തന്നെയാണെന്ന് വിശ്വസിക്കാതെ വേറെ വഴിയില്ല. ഗുരുക്കളെ, അങ്ങിപ്പോ എന്തോ പറഞ്ഞത്? നന്ദീശ, പൊയ്ക്കുള്ളൂ. എനിക്ക് പൂജയ്ക്കുള്ള സമയമായി. അല്ല ഗുരുക്കളെ, ഗുരുക്കൾ ഇപ്പൊ എന്താ? പൊയ്ക്കോ. അയാളുടെ വാക്കിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഞാൻ കാണുന്നു. അതാണ് എന്റെ ചിന്ത. എന്താ ചേട്ടാ ഇത്? നാളെ അമ്പലത്തിൽ പൂജയൊക്കെ വെച്ചിട്ട് അതിന്റെ തയ്യാറെടുപ്പൊന്നും നടത്താതെ ഇവിടെ ഒന്ന് നിൽക്കുവാണോ? എന്താ പൂജയോ? വീട്ടിലോ? അമ്പലത്തിൽ പൂജ വെച്ചിട്ട് വീട്ടിലാണോന്ന് ചോദിക്കുന്നോ? എന്താ നിങ്ങൾക്ക് പറ്റിയത്? അതും മുതലാളിക്ക് വേണ്ടിയുള്ള പൂജ. അത് നിങ്ങൾ മറന്നോ? തക്ഷകസ്വാമിയല്ലേ അത് നടത്തുന്നത്. മുതലാളിയുമായി ബന്ധപ്പെട്ട പൂജ വച്ചിരിക്കുന്നു. എന്നിട്ടെന്താ ആ കാര്യം എന്നോട് പറയാത്തത്? എന്തൊക്കെയോ എന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു. മുതലാളി എവിടെയുണ്ടെന്ന് ഗുരുക്കൾക്ക് മനസ്സിലായി കാണുമോ? ഗുരുക്കളുടെ മുഖഭാവം കാണുമ്പോ എന്നോട് എന്തൊക്കെയോ മറച്ചു വെച്ചിരിക്കുന്നു എന്നാ തോന്നുന്നത്. അതിന് മുതലാളിയുടെ കാര്യമാണോ, അതോ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, കണ്ടുപിടിക്കും. ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഏയ് സീറോ, നീ എന്ത് ഭാഗ്യവാനാണെന്നറിയോ? ഇത്രയും വലിയൊരു വീട്, നല്ലൊരു ഭാര്യ, ഒരുപാട് സ്നേഹമുള്ള ബന്ധുക്കള്. ഞാൻ അഭിനയിച്ച നാടകത്തിൽ മാത്രം ഇങ്ങനെ ഉണ്ടാവുന്ന കരുതിയത്. പക്ഷേ നിന്റെ വീട്ടിൽ വന്നപ്പോഴാ മനസ്സിലായത് ശരിക്കുള്ള ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എന്ത് നല്ല ആൾക്കാരാ. താങ്ക് യു സോ മച്ച്. എന്തിന്? എന്നെ ഇത്രയും നല്ലൊരു കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന്. ഇതെന്റെ വീടല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം മുത്തശ്ശിയും അമ്മയും ചെറിയച്ഛനും അനിയത്തിയും അങ്കിളും ആന്റിയും അങ്ങനെ ഒരുപാട് പേരെ കിട്ടി. അവരുടെ സ്നേഹവും കിട്ടി. നീ റിയാലിറ്റി ഷോയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നപ്പോഴേ ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ ഓവർ ആക്ടിങ് ചെയ്യുന്നതെന്നാണ് എനിക്ക് അന്ന് തോന്നിയത്. പക്ഷെ ഇപ്പോ എനിക്കും അവർക്കും എന്തോ ഒരു ബന്ധമുള്ളതുപോലൊരു തോന്നൽ വരിക. എന്തൊക്കെയാ മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷെ പിന്നെ നോക്കുമ്പോ ഒന്നും ഓർമ്മയുണ്ടാവില്ല. ഏതെങ്കിലും ഒരു കാര്യം നമ്മള് മറക്കണമെന്ന് വിചാരിച്ചാലും അത് പിന്നെയും പിന്നെ ഓർമ്മ വന്നോണ്ടിരിക്കില്ലേ? അങ്ങനെയാ തോന്നാറ് എനിക്ക്.
ആദ്യം ഇവിടെ വന്ന സമയത്തെ എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു എന്നായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പോഴുണ്ടല്ലോ ഇവിടുന്ന് പോവാനേ എനിക്ക് തോന്നുന്നില്ല. അതെന്താ? എന്താന്ന് വെച്ചാ ഇതെന്റെ വീടല്ലേ. അല്ല, അതായത് അങ്ങനെ ഒരു തോന്നല് മനസ്സിലുണ്ട്. ഇവിടുന്ന് പോവണ്ടെന്ന് പറഞ്ഞ് എന്നെ ആരോ തടഞ്ഞുകൊണ്ടിരിക്കുക. നിനക്ക് നിന്റെ മനസ്സിലങ്ങനെ തോന്നിയെങ്കിൽ പിന്നെ തിരിച്ചു പോകണ്ട. നിന്നോട് പോവാനോട് ആരും പറയേയില്ല. പറഞ്ഞാലും ഞാൻ പോവില്ല. കാരണം ഇത് ശൈലുവിന്റെ വീടാ. ഇതാണ് ഉചിതമായ സ്ഥലം. നാഗറാണിയുടെ മരണം സംഭവിക്കേണ്ട സ്ഥലം. നീ അവളുടെ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കി അവളെ ഇവിടേക്ക് കൊണ്ടുവരേണ്ടതാണ്. അല്ല സ്വാമികളെ, വിളിച്ചോണ്ട് വരാം. ശരി, എന്നാൽ എന്തിനാണ് ഇങ്ങോട്ടേക്ക്? നാഗറാണി സാധാരണക്കാരി എന്ന് കരുതിയോ നീ? അവൾക്കൊപ്പം വലിയ സൈന്യം തന്നെയുണ്ട്. നമ്മെ പോലെയുള്ള 1000 ആളുകളെ കണ്ണടച്ചു തുറക്കും മുൻപേ മരണത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിടാൻ സാധിക്കുന്നവളാ. ദിഗ്വിജയൻ പറഞ്ഞ ഉപായമനുസരിച്ച് നീ അവളെ ഇവിടേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഇതിനോടകം തന്നെ അവൾക്ക് സംശയങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മയെല്ലാം അപായപ്പെടുത്താനും അവൾ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ അവൾക്കുമേൽ ദിഗ്ബന്ധന പ്രയോഗം നടത്തേണ്ടതുണ്ട്. ഒരടി പോലും അനങ്ങാൻ അവളെ അനുവദിക്കരുത്. അതുകൊണ്ട് തന്നെ അവളെ ബന്ധിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നേ പറ്റൂ. എന്തെങ്കിലും വേഗം ചെയ്യൂ സ്വാമിജി. ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. നാഗമാണിക്യം കിട്ടിയിട്ട് ഐശ്വര്യം കിട്ടുമെന്ന് കേട്ട് മതിയായി. എടുത്തുചാട്ടം എപ്പോഴും സ്വപ്നങ്ങളെ നശിപ്പിച്ചു കളയും. സ്വപ്നങ്ങളെ ദുഷിപ്പിക്കുന്നതാണ്. ഒട്ടും താമസിയാതെ ദിഗ്ബന്ധനം നടത്തി അവളെ കൊണ്ടുവരണം. എന്താണിത് സ്വാമിജി? നാഗറാണിയെ ദിഗ്ബന്ധനം നടത്താൻ തായി ജ്വാലമാലിനി ആശീർവദിച്ചു തന്നിരിക്കുന്ന അമൂല്യ തമ്പനത്രവ. ഇത് വെച്ചോളൂ. ഗുരുക്കളെ, ഇതെന്തിനാ? ഇതെനിക്ക് തന്നിട്ട് താങ്കൾ എങ്ങോട്ടാ? ഈ കാണുന്ന സ്ഥലത്തിന് ചുറ്റും നാഗദിഗ്ബന്ധനം നടത്തിയിട്ട് വരാം ഞാൻ. ചേച്ചി വന്നല്ലോ. ഓഹോ, അളിയൻ വരാനുള്ള പൂജയാണെന്ന് പറഞ്ഞപ്പോ എന്തൊരു സന്തോഷത്തോടെയാ ഓടി വരുന്നത് ചേച്ചി. അതേടാ, അതിനെന്താ ഇപ്പോ? എല്ലാ തിങ്കളാഴ്ചയും എന്റെ ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി ഞാൻ വ്രതം എടുക്കുമായിരുന്നു. ഇന്ന് അതേ കാര്യത്തിന് വേണ്ടി പൂജ നടത്തുക എന്ന് പറയുമ്പോ എനിക്ക് സന്തോഷമില്ല. ശിവാനി, എന്ത് ഭംഗിയാ മോളെ നിന്നെ ഇപ്പൊ കാണാൻ. ഈശ്വര, രണ്ടുപേർക്ക് എന്റെ ദൃഷ്ടി കിട്ടാതിരുന്ന മതി. നോക്കിക്കോളൂ, എത്ര വേണമെങ്കിലും നോക്കിക്കോളൂ. കാരണം ഇന്നത്തെ കാഴ്ച അവസാനത്തേതാകും. അവളുടെ മരണം അത് ഞാൻ തന്നെ ഉറപ്പാക്കും. അതുമാത്രമല്ല, ഇന്നിതിൽ ഞാൻ വിജയിക്കുകയും ചെയ്യും. ശിവാനി, കലശത്തിന്റെ പൂജ നടത്ത്. എല്ലാവർക്കും ആരതിയും കൊടുക്ക്. എന്നിട്ട് നമുക്ക് തിരിക്കാം. ശരി അമ്മ. ശരി, സമയായി. എടുത്തോട്ട് വേഗം. ഭയപ്പെടേണ്ട, ആശയക്കുഴപ്പവും വേണ്ട, എടുത്തു ചാടുകയും അരുത്. അവൾ ഇവിടെ എത്തിയ ക്ഷണം തന്നെ
ഈ സ്തംഭന ദ്രവ്യം അവൾക്ക് മേലെ പ്രയോഗിക്കൂ. സ്വാമിജി, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ എല്ലാം ചെയ്യാം. അവൾ ഇതിനകത്ത് വന്നാ പിന്നെ പുറത്ത് പോകാനേ സാധിക്കില്ല. എന്നാൽ അതിനകം അവൾ എന്തെങ്കിലും എന്നെ ചെയ്യാൻ ശ്രമിച്ചാ ഞാൻ എന്ത് ചെയ്യും? ആദ്യം നീ ബുദ്ധി ഉപയോഗിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുക. അവൾ ഈ സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ സ്തംഭന ദ്രവ്യം അവൾക്ക് മേലെ പ്രയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ അവൾ നാഗമായി മാറിയിട്ട് വെപ്രാളം കാണിച്ചിട്ട് മരിച്ചു പോകൂ? ഇല്ല, മരിച്ചു പോകില്ല. അവൾ സ്തംഭന സ്ഥിതിയിലേക്ക് മാറുന്നതാണ്. അവൾ ഏതു മന്ത്രം പ്രയോഗിച്ചാലും അവൾക്കുള്ളിലെ നാഗമാണിക്യത്തിന്റെ ശക്തി യാതൊരു തരത്തിലും അവളെ സഹായിക്കില്ല. അതും കേവലം 1 മണിക്കൂർ സമയത്തേക്ക് മാത്രമാണ്. അതിനുള്ളിൽ തന്നെ നമ്മൾ എല്ലാ പൂജകളും നടത്തി വിധിവിധാന പ്രകാരം അവളുടെ പ്രാണൻ അപഹരിച്ചേ പറ്റൂ. നാഗമാണിക്യം കൈക്കലാക്കിയേ പറ്റൂ. സ്വാമിജി, പിന്നൊരു കാര്യം കൂടെ. അല്ല, നിങ്ങൾ പറയുന്നൊക്കെ ശരിയാ. പക്ഷേ നിങ്ങൾ സമയത്തെങ്ങാനും വന്നില്ലെങ്കിൽ അവൾ എന്നെ തുണ്ടം തുണ്ടം ആക്കിക്കളയില്ലേ? എന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും സംഭവിക്കില്ല. നിന്റെ ഭാഗത്തു നിന്ന് തെറ്റ് സംഭവിച്ചാൽ നിനക്ക് പ്രാണൻ നഷ്ടപ്പെടും. ഇല്ല സ്വാമിജി, ഞാൻ എല്ലാം ശരിയായി ചെയ്തോളാം. തെറ്റിയാൽ അതോടെ അവസാനമാണ്. ഇത് സ്തംഭന ദ്രവ്യമാണ്. അവൾ വരുമ്പോൾ അവൾക്ക് മേലേക്ക് പ്രയോഗിക്കൂ. എടുത്തു ചാടി തെറ്റുകളൊന്നും ചെയ്യണ്ട, ആലോചിച്ച് ചെയ്യൂ. ജ്വാലമാലിനി നമ്മെ രക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണേ. നമസ്കാരം. നമസ്കാരം. യാത്രയൊക്കെ സുഖകരമായിരുന്നോ? ഇന്നത്തെ പൂജ തടസ്സങ്ങളൊന്നും ഇല്ലാതെ നടക്കാൻ വേണ്ടി നിങ്ങൾ ഗണപതിയെ ഒന്ന് പ്രദക്ഷിണം വെച്ച് നടക്കിലേക്ക് വന്നോളുക. പൂജ ആരംഭിക്കാം. ആയിക്കോട്ടെ. തൃശൂൽ, നമ്മള് മുന്നേ എപ്പോഴെങ്കിലും ഈ അമ്പലത്തിലേക്ക് വന്നിട്ട് പൂജ ചെയ്തായിരുന്നോ? എനിക്കെന്താ പിന്നെ അങ്ങനെ തോന്നുന്നേ? ശിവാനിയുടെ കൂടെ ഇവിടെ വന്ന് ഞാൻ പൂജ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഈ കാര്യം ഇവൾക്ക് അങ്ങനെ മനസ്സിലായി. ഇവളാണ് ശിവാനി, ഇവളാണ് ശിവാനി എന്നെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട്? കലശം. അത് കലശം. അതേന്നേ, നിങ്ങളുടെ വീട്ടിൽ വെച്ച് പൂജിച്ച കലശം ഇവിടെ കൊണ്ടുവന്ന് പൂജ ചെയ്ത് അത് ഭഗവാൻ അഭിഷേകം നടത്തണമെന്ന് പറഞ്ഞിരുന്നുവല്ലോ. അത് മറന്നുപോയോ? അത് തിരുമേനി, അത് ഈ അമ്പലത്തിലേക്ക് വേഗം എത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് പെട്ടെന്ന് കലശം എടുക്കാൻ മറന്നുപോയി. ശരി തന്നെ. അല്ല, കല്യാണ വീട്ടിൽ വന്നപ്പോ ഇപ്പൊ താലില്ലാത്ത അവസ്ഥയായി. പൂജയ്ക്ക് കലശമാണ് വേണ്ടത്. അത് തന്നെ മറന്നാൽ എങ്ങനെയാ? അത് സാരമില്ല തിരുമേനി, കാറുണ്ടല്ലോ. ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ പോയി വരാം. ഒന്ന് നിൽക്കൂ, അത് നിങ്ങളുടെ മരുമകൾ തന്നെ കൊണ്ടുവരേണ്ടതാ. സ്വാമിജി, ഞാൻ പോയിട്ട് വരാം. ഞാനും വീട്ടിലെ മരുമകളല്ലേ. അങ്ങനെയല്ല മോളെ, നിനക്കും കൊണ്ടുവരാം. പക്ഷെ കൊണ്ടുവരുന്നയാള് പീഠത്തിലിരുന്ന് പൂജയുടെ ഭാഗഭാക്കാവേണ്ടതാണ്. പക്ഷെ നിന്റെ ഭർത്താവ്... സ്വാമിജി, ഞാൻ പോയി എടുത്തിട്ട് വരാം. ശിവാനി, നിൽക്കുമോ? ഞാനും വരാം. നന്ദീശ, നീ പോയ ഇവിടെ പൂജയ്ക്കുള്ള സാധനങ്ങൾ ആരെ എടുത്തു കൊടുക്ക? ശിവാനി, പോയിട്ട് വരാം. തൃശൂൽ, നീ വീട്ടിലെ മകനാ. ഈ സമയത്ത് നീ ഇവിടെ തന്നെ ഉണ്ടാവണം. നീ എന്തിനാ വീട്ടിൽ പോകുന്നേ? അല്ല, ഞാനൊരു പാവാ, ഫ്രീ ആയിട്ട് നിൽക്കുന്നു. ഞാൻ തന്നെ പോയിട്ട് വരാം. ഗോവിന്ദ, നീ പോയ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കും. നീ ഇവിടെ നിൽക്ക്. ആരും വരണ്ട, ഞാൻ പോയി എടുത്തിട്ട് വരാം. എന്തായാലും ഡ്രൈവർ കൂടെ ഉണ്ടല്ലോ, പോയി പെട്ടെന്ന് വരാം ഞാൻ. നീ ഇനി തിരികെ വരില്ല നാഗറാണി. നിന്റെ മരണം ഉറപ്പാണ്. നീ ഇപ്പോഴീ പോകുന്നത് നിന്റെ മരണത്തിന്റെ വക്കിലേക്കാണ്.
ഭോലനാഥ, എന്താണിത്? എന്താണിത് ഘോര സംഭവം? അഷ്ടദിക്കുകളിലും ചോരക്കറ. നാഗലോകത്തിൽ മാത്രം സമ്പത്തിന്റെ ഉത്സവം. എന്താണിങ്ങനെ? നിങ്ങളുടെ ഈ രഹസ്യം എന്താണ്? ദുഷ്ടന്മാരുടെ മരണം തുടങ്ങുവാനുള്ള സ്വരം കേൾക്കുന്നു. അവരുടെ പോക്ക് ആ മരണത്തിലേക്കാണല്ലോ. അതോ അവളുടെ പോക്ക് മരണം കാത്തിരിക്കുന്ന അവരുടെ അരികിലേക്കാണോ? എന്റെ സംശയം ദൂരീകരിക്കൂ. മഖണ്ഡേശ്വര, ഭൂമിയുടെ മേലിൽ ദുഷ്ടജനതയുടെ ദുഷ്ക്രിയകളുടെ രക്തം ഇവിടെ തന്നെ ഒഴുകട്ടെ. അതിനെ ശുദ്ധീകരിക്കുന്ന ശക്തിയാ ഭൂമിയായി കണ്ട്. എന്നാൽ നല്ലവരുടെ രക്തം വീണു കഴിഞ്ഞാൽ ഭൂമിയും മാതാവും കണ്ണുനീരൊഴുക്കും. ശിവ, നഞ്ചുണ്ടേശ്വര, ചന്ദ്രമൗലേശ്വര, അവൾക്ക് നീ ശക്തി നൽകില്ലേ? ദുഷ്ടരെ സംഹരിക്കുവാൻ പോകുന്ന അവളുടെ ഹസ്തത്തിന് ശക്തി കൊടുത്താലും. ഇതെന്താ? എന്തോ അനർത്ഥം നടക്കാൻ പോകുന്നു മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഇല്ല, മനസ്സിലെ ദുഷ്ടതയുള്ളവർക്ക് മാത്രമേ അങ്ങനെയൊക്കെ സംഭവിക്കൂ. നല്ലത് ചിന്തിച്ച നല്ലത് മാത്രമേ നടക്കൂ. മഹാദേവാക്കാത്തോളനെ. എന്താ പറ്റിയത്? ഒരു നിമിഷം മേഡം, ഒന്ന് നോക്കിക്കോട്ടെ. മേഡം, കാറ് പഞ്ചറായി. എന്ത്? പഞ്ചറായിരുന്നോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? പിന്നെ ലേറ്റ് ആവുമല്ലോ. ആ, ഓരോ ടയർ വേറെ ഉണ്ടാവില്ലേ? അതെടുത്ത് മാറ്റി വെക്ക്. ശരി മേഡം. അയ്യോ മേഡം, സ്റ്റെപ്പിന് വേറെ ഇല്ല. സ്റ്റെപ്പിനിയേ ഇല്ലേ? ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? അടുത്ത് തന്നെ ഒരു പഞ്ചർ ഷോപ്പ് ഉണ്ട്, അവിടെ ചെന്ന് ശരിയാക്കിട്ട് വരാം. ഇതിനോടകം തന്നെ നാഗരാണി ലോക്കായി കാണും. തൃശൂൽ, ശിവാനി ഇതുവരെ വന്നില്ല. നീ ഒന്ന് ഫോൺ ചെയ്ത് നോക്കിയേ. പൂജ നടക്കുന്ന സമയത്ത് ഫോൺ എന്തിനാ ഓണാക്കി വെച്ച്? കലശം കൊണ്ടുവരണ്ടേ? ഒരു മിനിറ്റ് വെയിറ്റ്. ഹലോ ശിവാനി, എവിടെയാ നീ? കലശം എടുത്തോണ്ട് വരുന്നില്ലേ? മടങ്ങി വരായിരുന്നു തൃശൂൽ. പക്ഷെ വഴിയിൽ വെച്ചിട്ട് കാറ് പഞ്ചറായി പോയി. ഓ ആണോ? എന്നിട്ടിപ്പോ എവിടെയാ? അത് വീടിന്റെ അടുത്ത് തന്നെയാ ഉള്ളത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ശരി, എന്നാ പിന്നെ ഞാൻ വേറെ കാർ അയക്കട്ടെ. വേറെ? ശിവാനി, തൃശൂൽ, നമുക്ക് പരിചയമുള്ള ഒരാൾ വന്നിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞോളാം. ഓക്കെ? ഹലോ, ധനജയനുണ്ടോ? ഇല്ല, അവിടെ അമ്പലത്തിൽ പൂജ നടക്കുന്നുണ്ട്. എല്ലാരും അവിടെയാ ഉള്ളത്. ഓ, ഇന്ന് പൂജ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ നീ എന്താ ഇവിടെ? അത് കലശം എടുത്തോണ്ട് അമ്പലത്തിലേക്ക് തിരിച്ചു പോവുമായിരുന്നു. അപ്പൊ ടയർ പഞ്ചറായി പോയി. ശരി, ഞാനും അങ്ങോട്ടാ പോകുന്നത്. നിന്നെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം. നീ വേഗം കേറ്. ശരി.